ഇവിടെ അന്ധയായ ഒരു അമ്മ മകളെ കൂട്ടിക്കൊണ്ടുപോകുന്നതിന് വേണ്ടി സ്കൂളിലേക്ക് വരുന്നു. പക്ഷെ ആ പെൺകുട്ടി അമ്മയെ കണ്ട ഉടനെ തന്നെ അവളുടെ ബാഗിന് മുകളിൽ ഉണ്ടായിരുന്ന കിലുക്കാമ്പെട്ടികൾ ബലത്തിൽ പിടിച്ച് ശബ്ദമുണ്ടാക്കാതെ അമ്മയുടെ അടുത്തുകൂടി കടന്നു പോകുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും രണ്ടുപേർക്കും കണ്ണു കാണില്ല. ശബ്ദത്തിലൂടെയാണ് അവർ ഇവളെ തിരിച്ചറിയുന്നത്. പക്ഷെ തന്റെ അമ്മയും അച്ഛനും ഇങ്ങനെ കണ്ണുപൊട്ടന്മാരാണെന്ന് കൂട്ടുകാരറിഞ്ഞാൽ അത് നാണക്കേടാണെന്ന് അവൾ ചിന്തിച്ചു. അതുകൊണ്ടാണ് ശബ്ദമുണ്ടാക്കുന്ന ആ കിലുക്കാമ്പെട്ടി പിടിച്ചുകൊണ്ട് അവൾ അവിടെ നിന്ന് നടന്നത്. പക്ഷെ അവൾ അടുത്തുകൂടെ പോയപ്പോൾ തന്നെ അമ്മ തന്റെ മകളെ തിരിച്ചറിഞ്ഞു. സോ വീട്ടിലെത്തിയതും എന്തിനാണ് അങ്ങനെ ചെയ്തത് എന്ന് അമ്മ അവളെ ചോദ്യം ചെയ്യുന്നു. ആ സമയത്ത് പെട്ടെന്ന് ആ പെൺകുട്ടിയുടെ കാമുകം വാങ്ങിക്കൊടുത്ത പേജറിന്റെ ശബ്ദം അമ്മ കേൾക്കുന്നു. ഉടനെ തന്നെ അമ്മ അത് വാങ്ങിയെടുത്ത് എറിഞ്ഞു പൊട്ടിക്കുന്നു. അതോടെ ദേഷ്യപ്പെട്ടുകൊണ്ട് ആ പെൺകുട്ടി വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി. രാത്രി ഏറെ വൈകിയിട്ടും മകൾ വീട്ടിലേക്ക് തിരിച്ചു വരാത്തതിൽ മനംനൊന്ത് കണ്ണു കാണാത്ത ആ അച്ഛനും അമ്മയും മകൾക്ക് വേണ്ടി റോഡെല്ലാം ഇരഞ്ഞു നടക്കാൻ തുടങ്ങി. പക്ഷെ അവർക്ക് അവളെ കണ്ടെത്താനായില്ല. ഒടുവിൽ മറ്റു വഴികളൊന്നുമില്ലാതെ അവർ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്യുന്നു. പോലീസുകാരാവട്ടെ അവർക്ക് കിട്ടിയിരുന്ന ഒരു അജ്ഞാത ഡെഡ് ബോഡി അടയാളം കാണിക്കുന്നതിന് വേണ്ടി ആ അമ്മയെയും അച്ഛനെയും കൂട്ടിക്കൊണ്ടുപോകുന്നു. പാവം ആ അമ്മ അവരുടെ ശ്വാസം പോലും നിലച്ചുപോയിരുന്നു. വിറച്ചുകൊണ്ട് ആ ശവശരീരം തൊട്ടുനോക്കിയതോടെ അത് തന്റെ മകളല്ല എന്നറിഞ്ഞപ്പോഴാണ് ആ അമ്മയ്ക്ക് ശ്വാസം നേരെ വീണത്. പാവം കോരിച്ചൊരിയുന്ന മഴയത്തും കണ്ണു കാണാത്ത ആ അച്ഛനും അമ്മയും ഇപ്പോഴും മകളെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം അവരുടെ പൊന്നു മകളാവട്ടെ അവളുടെ ബോയ്ഫ്രണ്ടിന്റെ കൂടെ ഐസ്ക്രീമും നുണഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ ചുറ്റിക്കറങ്ങി നടക്കുകയായിരുന്നു. ചങ്ങായിമാരെ, നമുക്കെല്ലാവർക്കും അച്ഛനെയും അമ്മയും വല്ലാത്ത ഇഷ്ടമായിരിക്കും അല്ലേ? അങ്ങനെ ഇഷ്ടമില്ലാത്തവർ ആരും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല, ശരിയല്ലേ? അപ്പോൾ നിങ്ങളുടെ അച്ഛനിലും അമ്മയിലും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്യണേ.